നമസ്കാരം. അക്സ് പ്രോഗ്രാം വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷർ. നമുക്കിന്ന് ഫാക്ടോറിയൽ കാണാനുള്ള റിക്കേഷൻ ഉപയോഗിച്ച് ഫാക്ടോറിയൽ കാണാനുള്ള രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മളുള്ളത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ കുറച്ച് ഫാക്ടോറിയൽ കണ്ടു, ഒരു റിക്കേഷൻ ഉപയോഗിച്ച് ഫാക്ടോറിയൽ. അപ്പോൾ എന്താണ് റിക്കേഷൻ? ഫംഗ്ഷൻ ഫാക്ടോറിയൽ ഉണ്ടാക്കി. ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ലോജിക്കാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് പല പ്രോഗ്രാംസ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു അതായത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചാൽ ഒരു ലോജിക്കാണ് 1 × 2 × 3 × 4 × 5 ഇൻറ്റു വർക്ക് ചെയ്യുന്നുണ്ട്. 2 × 3 4 × 5 5 ഫാക്ടറാണ് കാണണമെങ്കിൽ 4 × 5 ഇങ്ങനെ പോയത്. ഇനി നമ്മൾ ആ നെക്സ്റ്റ് ലോജിക്കിൽ നമുക്കൊന്ന് ഓപ്പോസിറ്റ് പോയാലോ. 5 × 2 × 5 × 4 × 3 × 2 × 1 ഇങ്ങനെ പോയാലും നമ്മുടെ ഫാക്ടർ സെയിം അല്ലേ. ഇങ്ങനെ പോയാലും ഫാക്ടർ സെയിം അല്ലേ. നമുക്ക് ആൻസർ കിട്ടിയാൽ പോരെ. അപ്പോൾ ഒന്ന് നമുക്കത് ഇങ്ങനെ റോൾ ബാക്ക് ചെയ്യാം. ഇങ്ങനെ പോവാം. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ 1 2 3 4 5 പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബാക്കോട്ട് പോകണമെങ്കിൽ അതായത് ബാക്കോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആദ്യം നമുക്ക് ഫാക്ടോറിയൽ ഐയും എന്നും പാസ് ചെയ്യാം. സെയിം കേസ് തന്നെ. എന്നിട്ട് ഐ ലെസ് ദാൻ എൻ, ഐയും എന്നും പാസ് ചെയ്ത്. അപ്പോൾ ബാക്കോട്ട് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആദ്യം 5 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് 5 × ഫാക്ടോറിയൽ ഓഫ് 4 ഇങ്ങനെയല്ലേ കാണുന്നത്. പിന്നെ ഫാക്ടോറിയൽ ഓഫ് 4ൻ്റെ കാണും. പിന്നെ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് ഇതാദ്യം ഇങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ 5 × 4 × ഫാക്ടോറിയൽ ഓഫ് 3. പിന്നെ 5 × 4 × 3 × ഫാക്ടോറിയൽ ഓഫ് 3 × ഫാക്ടോറിയൽ ഓഫ് 2 ഇങ്ങനെ പോയിക്കൊണ്ടോ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, 5 4 3 എന്ന് പറയുമ്പോൾ ഡിക്രിമെൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ആദ്യം മെയിൻ എൻ പാസ് ചെയ്യാം, എന്നുവെച്ചാൽ അതിന് ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ട് വരാം. അതാണ് ഇവിടെ കൺസെപ്റ്റ് വരുന്നുള്ളത്. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും കേസ് വരുന്നത്. ഇൻക്രിമെൻറ്റിൽ നമുക്കൊരു ഐ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഐൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് തോന്നുന്നത്. ഐ ഞാൻ പാടെ ഒഴിവാക്കി. ഇവിടെ എന്നെ പഠിക്കട്ടെ. ഐയുടെ പാടെ ഒഴിവാക്കി. കാരണം നമ്മൾ ലോജിക്ക് നോക്കുമ്പോൾ 5 ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 5 എന്ന് പറയുന്നത് എന്നാണ്, എന്നെ ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, 5 4 3 2 1 നമ്മുടെ ലോജിക്ക് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻക്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ലോജിക്കുക, ഡിക്രിമെൻ്റ് അതിനനുസരിച്ച് ലോജിക്കുക. ഇനി ആദ്യം എൻ വരണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു കണ്ടീഷൻ ഉണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ എവിടെ വരെ പോകണ്ടേ? ഈ വരുന്ന എൻ, അതായത് ഫാക്ടോറിയൽ ഓഫ് 2 പറയുമ്പോൾ ഈ 2 n ആണ്. പിന്നെ ഫാക്ടർ ഓഫ് 1 പറയും, പിന്നെ ഫാക്ടർ ഓഫ് 0 പറയും. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 1 ആണെങ്കിൽ, ലെസ് ദാൻ 1 അല്ല, n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അത് ഈ ഡിക്രിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പോകണം. പിന്നെ എന്നിൻ്റെ വാല്യൂ 1 അത് കുറവാണെങ്കിൽ 1 മാത്രം ചെയ്യാം. ഇപ്പോൾ ഇവരുടെ കേസിൽ ഇതാ 5 × 4 ഇതാണ് റിക്കേഷൻ കേട്ടോ. 3 × 4 × 3 × 2 ഫാക്ടർ ഓഫ് 2 എന്ത് വരും? 2 വരും. പിന്നെ ഫാക്ടോറിയൽ ഓഫ് 1 സെയിം കേസ് 5 × 4 × 3 × 2 × പിന്നെ നമുക്ക് വരേണ്ട ആൻസർ എന്താണ്? 1 അല്ലേ. അപ്പോൾ ഫാക്ടർ ഓഫ് 1 വരും. പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമില്ല, നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. n ഗ്രേറ്റർ ദാൻ 1 ആണ് വരെ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ i × ഫാക്ടോറിയൽ ഓഫ് i × ഫാക്ടോറിയൽ ആണ് വരുന്നത്. അപ്പോൾ i ഞാൻ മാറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ n × ഫാക്ടോറിയൽ ഓഫ് 4 ആണ്. അപ്പോൾ 4 എന്താ? n - 1 ആണ് അല്ലേ. ഇവിടെ നോക്കിയാൽ 5 × 4 × ഫാക്ടോറിയൽ ഓഫ് 3.
പിന്നെ n ഗ്രേറ്റർ ദാൻ 1 അല്ല, n 1 ആണെങ്കിൽ റിട്ടേൺ 1 കൊടുക്കുക. അപ്പോൾ അതാണ് ഇവിടെ ഫാക്ടർ ഓഫ് 1 വരുമ്പോൾ ഫാക്ടർ ഓഫ് n ആണ്. ഫാക്ടർ ഓഫ് n വരുമ്പോൾ റിട്ടേൺ 1 ആണ്. ഒന്നുകൂടി നോക്കുക. ആദ്യം ലിമിറ്റ് റീഡ് ചെയ്യും, എന്നിട്ട് ഫാക്ടർ ഓഫ് n കോൾ ചെയ്യും. അപ്പോൾ n കോൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യം 5 വരും. പിന്നെ n ഗ്രേറ്റർ ദാൻ 1 ആണ് ചെക്ക് ചെയ്യും, n ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്നിട്ട് 5 റിട്ടേൺ n ഇൻറ്റു ഫാക്ടർ ഓഫ് n മൈനസ് 1 ചെയ്യും, 5 ഇൻറ്റു ഫാക്ടർ ഓഫ് 4 ചെയ്യും. പിന്നെ ഈ ഫാക്ടർ 4 ചെയ്യുന്ന സമയത്ത് ഫാക്ടർ 4 ഒന്നുകൂടി സബ് ഡിവൈഡ് ചെയ്യും. അതാണ് 5 ഇൻറ്റു 4. അതിങ്ങനെയാണ് ഫാക്ടർ 4 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഫാക്ടർ 4 2 കഷ്ണമായിട്ട് മാറും. എങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് ഫാക്ടർ 4 എന്ന് കോൾ ചെയ്യുമ്പോൾ 4 ഗ്രേറ്റർ ദാൻ 1 ട്രൂ ആണ്, അപ്പോൾ ഇതിനകത്ത് കയറും. എന്നിട്ട് 4 ഇൻറ്റു ഫാക്ടർ ഓഫ് 3 കാണും. സെയിം ഇതിവിടെ 4 ഇൻറ്റു ഫാക്ടർ ഓഫ് 3 കണ്ടു. നെക്സ്റ്റ് ഫാക്ടർ ഓഫ് 3 ഇൻറ്റു ഫാക്ടർ ഓഫ് 2 ആവും. ഇവിടെ നോക്കിയാൽ 3 ഗ്രേറ്റർ ദാൻ 1 ആണ്, ട്രൂ ആണ്. അപ്പോൾ 3 ഇൻറ്റു ഫാക്ടർ ഓഫ് n മൈനസ് 1, അതായത് 3 മൈനസ് 1 2 ആണ്. നെക്സ്റ്റ് ഫാക്ടർ ഓഫ് 2 എന്താവും? 2 ഇൻറ്റു ഫാക്ടർ ഓഫ് 1 ആവും. എങ്ങനെ ഇവിടെ എൻ്റെ ഫംഗ്ഷൻ പിന്നെ ഇറ്റ്സെൽഫ് കോൾ ചെയ്യുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ 1 ആണ്, ട്രൂ ആണ്. അപ്പോൾ 2 ഇൻറ്റു ഫാക്ടർ ഓഫ് 2 മൈനസ് 1 വരും. 2 മൈനസ് 1 എന്താണ്? 1 ആണ്. നെക്സ്റ്റ് ഫാക്ടർ ഓഫ് 1 1 ആവും, കാരണം നമുക്ക് ഏതെങ്കിലും ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഫാക്ടർ ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 ഗ്രേറ്റർ ദാൻ 1 ഫോൾസ് ആയി. ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ഈ എൽസ് പാർട്ടിൽ നമ്മൾ 1 മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ n കൊടുത്താലും പ്രശ്നമില്ല, ലോജിക്കലി സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 1 കൊടുത്തു. അപ്പോൾ റൺ ചെയ്ത് നോക്കിയാലോ. ഇത് ഞാൻ കട്ട് ചെയ്തു, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കമൻറ്റ് ചെയ്തു. ഒന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുക. fact2.c ആണ് ഞാൻ പ്രോഗ്രാം ചെയ്തത്. എന്നിട്ട് റൺ ചെയ്തു. ഫാക്ടോറിയൽ ഓഫ് 5 120 ആണ്, കറക്റ്റാണ്. പിന്നെ ഫാക്ടോറിയൽ ഓഫ് 4 24 ആണ്, കറക്റ്റാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേയിൽ നല്ല ഇതാക്കാൻ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി, അതായത് ഇപ്പോൾ 9 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ, അപ്പോൾ 5 ഫാക്ടോറിയൽ ഈക്വൽ ടു ഇത്ര. അപ്പോൾ ഈ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ n എന്നാണ് വരുന്നത്. അപ്പോൾ ആ n ഡിഫൈൻ ചെയ്ത് നോക്കണം, ഇവിടെ പറഞ്ഞു നോക്കണം. പിന്നെ ഈ 5 മാറ്റിയിട്ട് %, ഇത് ഡൈനാമിക് അല്ല, n-ൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. റൺ ചെയ്ത് നോക്കുക, കമ്പയർ ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യുക, 5 കൊടുക്കുക. 5 ഫാക്ടോറിയൽ എടുക്കുക 120. അപ്പോൾ 10 കൊടുത്തു കഴിഞ്ഞാൽ 3628800. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 726 ഫാക്ടോറിയൽ 120 ഇൻറ്റു 6 720, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കേഷൻ പാർട്ട് 2 രണ്ടാമത്തെ ലോജിക്കും കിട്ടി. അപ്പോൾ ഒന്ന് ഇൻക്രിമെൻറ്റും ഒന്ന് ഡിക്രിമെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ലോജിക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും സിമ്പിളായിട്ട് കോഡ് എഴുതാൻ പഠിക്കുക. അത് സിമ്പിളായി കോഡ് എഴുതണമെങ്കിൽ നമുക്ക് നമ്മുടെ ലോജിക്ക് ഡെവലപ്പ് ചെയ്തിട്ട് കോഡ് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് ഓരോന്നോരോന്ന് തപ്പിയെടുക്കുക. ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ തപ്പി പോവുക. തപ്പി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ വരുന്ന ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് അനുസരിച്ച് കോഡ് എഴുതാൻ പഠിക്കുക. ബൈ ഹാർട്ട് പഠിക്കരുത്, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ നോക്കിയത്.